നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ലേഡീസ് അവറിലേക്ക് സ്വാഗതം. ഈ കാലഘട്ടത്തിൽ നമുക്കുള്ള സൗന്ദര്യത്തെക്കാൾ ഇത്തിരി സുന്ദരിയായിരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമില്ല. എനിക്ക് എന്തായാലും ആഗ്രഹമുണ്ട്, എനിക്കറിയാം നിങ്ങൾക്കും ആഗ്രഹമുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യം പെട്ടെന്നൊരു പാർട്ടി വരെയാണ്. നമ്മൾ ഓഫീസിൽ പോയി ടയർഡായി തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ റെഡിയായി ഒരു പാർട്ടിക്ക് പോകാം. എല്ലാവരും നമ്മളെ കണ്ട് അന്തം വിട്ട് ചോദിക്കണം, പാർലറിൽ പോയി ഒരുങ്ങിയതാണോ? അതല്ലേ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെയുള്ളൊരു കാര്യം കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് തിരുവനന്തപുരം തിരുമലയിലെ ഗ്രീൻ ലൈഫ് മേക്ക് ഓവർ സ്റ്റുഡിയോയിലെ ഓണറും പ്രധാന മേക്കപ്പ് ആർട്ടിസ്റ്റുമായ ദിവ്യ അരുണാണ്. വെൽക്കം ദിവ്യ, വെൽക്കം ടു ദി ഷോ. ദിവ്യ, നമ്മള് ഇന്ന് എനിക്ക് ഉൾപ്പെടെ എല്ലാ സ്ത്രീകൾക്കും ആഗ്രഹമുള്ളത് തന്നെ എളുപ്പന്ന് എങ്ങനെ നന്നായി ഒരുങ്ങാം എന്നുള്ളതാണ് അല്ലെ. ദിവ്യ എടുത്ത് വരുന്ന കൂടുതൽ കസ്റ്റമേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കും പറയാറുള്ളത് അല്ലെ. പെട്ടെന്ന് സിമ്പിളായിട്ട്, അതായത് കാണുമ്പോൾ പണ്ടായിരുന്നു നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ന്യൂജൻകാർ കളിയാക്കി ഇപ്പോൾ പുട്ടിയിടുക എന്നൊരു പദം അല്ലേ. പക്ഷെ പുട്ടിയിടാൻ ഈ കാലഘട്ടത്തിൽ ആർക്കും ഇഷ്ടമല്ല അല്ലെ. കാണുമ്പോൾ നാച്ചുറൽ ആയിരിക്കണം, എന്നാൽ സിമ്പിൾ ആയിരിക്കണം, പെട്ടെന്ന് ഒരുങ്ങണം. അപ്പൊ ഇന്ന് ദിവ്യ എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്? നമ്മളിപ്പോൾ ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഒരുങ്ങി പോകാനുള്ള ഒരു ടിപ്സൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വളരെ വേഗത്തിൽ നമുക്കത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒത്തിരി കാര്യങ്ങളുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ ദിവ്യയിലേക്ക് എത്തുന്ന ഒരാൾക്കാണെങ്കിൽ നിങ്ങൾ ശരിക്കും പാർലേഴ്സിലൊക്കെ കുറേ സ്റ്റെപ്സ് ഉണ്ടാവും അല്ലെ, കുറേ പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യും. പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്, തന്നെ എങ്ങനെ ഒരുങ്ങാം അല്ലെ, അതിന് എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് വേണ്ടതെന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ എന്റെ ദിവ്യയുടെയും കൂടെ മീര ഉണ്ട്. മീരയാണ് നിങ്ങൾക്ക് വേണ്ടി. മീരയുടെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, പ്രത്യേകിച്ച് ഒരു മേക്കപ്പ് നമ്മൾ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ നോക്കുകയാണെങ്കിൽ മീരയുടെ മുഖത്ത് ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ മേക്കപ്പ് ചെയ്തിട്ട് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ നോക്കിക്കോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒരു വൈപ്പ് എടുത്തിട്ട് ഇപ്പൊ ഇത് ഞാൻ ചോദിക്കട്ടെ ദിവ്യ, ഇതിപ്പോ സാധാ വൈപ്സ് ആണോ അതോ എന്തെങ്കിലും പ്രത്യേകതയുള്ള വൈപ്സ് ആണോ? സാധാ വൈപ്സ്. അപ്പൊ എല്ലാവർക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത് സാധാ വൈപ്സ് വെച്ച് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യും അല്ലേ, നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അതെന്തുകൊണ്ടാണ് ആദ്യം അങ്ങനെ? നമുക്ക് വെള്ളം വെച്ച് കഴുകിയാൽ പോരെന്ന് ചോദിക്കത്തില്ല എല്ലാവരും. നമ്മുടെ ഡെഡ് സെൽസും നേരത്തെ ചെയ്ത മേക്കപ്പിന്റെ എന്തെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് അങ്ങ് റിമൂവ് ആയി. ഓക്കെ, അപ്പോൾ നമ്മളൊരു സാധാ വൈപ്സിന് വലിയ വിലയൊന്നുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ വൈപ്പ് എടുക്കുക, നന്നായിട്ട് മുഖം ഒന്ന് തുടച്ചെടുക്കുക അല്ലേ. മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെ നമ്മളൊന്ന് വൈപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് ശേഷം നമുക്ക് എന്തെങ്കിലും ലൈറ്റ് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ബേസ്, ഇതിപ്പോൾ ഞാൻ ബേസ് ആണ് ഇടുന്നത്. മോയ്സ്ചറൈസർ അതിന് പകരം യൂസ് ചെയ്യാം. അതെ, ഓക്കെ. ബേസ് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ നമ്മുടെ ഒരു വാസ്ലിനൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാധനമാണ്, ഒരു ജെല്ല് പോലെ. അപ്പോൾ ആദ്യം ബേസ് ഇട്ടു, ബ്രഷ് വേണം നിർബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ കൈ വെച്ചും അല്ലേ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ബേസ് ഇട്ടിട്ട് ഒന്ന് ഈവൻ ആക്കി എടുക്കുകയാണ് സ്കിൻ അല്ലേ. എനിക്കൊന്ന് മീരയുടെ സ്കിന്നൊക്കെ കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്ലോ ആയിട്ടുള്ള സ്കിന്നാണ്. പക്ഷെ ചെറിയ പാടുകളുണ്ട്, അപ്പോൾ അതെങ്ങനെ ഹൈഡ് ചെയ്യാൻ നമുക്ക് കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾ 30s ഒക്കെ കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ സ്കിന്നിനെ കുറിച്ച്. അപ്പോഴത്തേന് കുറച്ച് പാടും ഇതൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ അതൊക്കെ ഹൈഡ് ചെയ്ത് എങ്ങനെ സുന്ദരിയാവുന്നതാണ്. അപ്പം ഞാൻ ഇനി അടുത്തത് കൺസീലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ചില ആളുകളുടെ കൺസീൽ ചിലർക്ക് ഫൗണ്ടേഷൻ ആവാം, മനസ്സിലായില്ലേ. സ്കിൻ കളർ അനുസരിച്ചിട്ടാണ് നമ്മൾ കൺസീലർ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരും അവരുടെ സ്കിൻ അനുസരിച്ച് കൺസീലർ തിരഞ്ഞെടുക്കും. അപ്പോൾ ആദ്യം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസീലർ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, കണ്ണിൻ്റെ താഴ്ഭാഗത്തും കണ്ണിന് മുകളിലും ഒക്കെ ഒരു ഡാർക്കായിട്ടുള്ള ഏരിയയിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യും കൺസീലർ അല്ലേ. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബേസാണ്, പിന്നെ നമുക്ക് രണ്ടാമത്തെ പ്രോഡക്റ്റ് വേണ്ടത് കൺസീലറാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഡാർക്ക് സർക്കിൾസ് ഉണ്ട് അല്ലേ, കാരണം ഉറക്കം പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ ചിലർക്ക് ജന്മന ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺസീലർ. കൺസീലർ തന്നെ ദിവ്യ പല തരത്തിലുള്ള കൺസീലർ അല്ലേ? അതെ, ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് പറയാം. ഇതിൽ വരുന്ന ഷെയ്ഡിലുള്ള വ്യത്യാസമാണ് അത് മാത്രമേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ചില ആളുകൾ കൺസീലർ തന്നെ ചിലർക്ക് ഫൗണ്ടേഷൻ ആയിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ കൺസീലറിന് രണ്ട് ഉപയോഗമുണ്ട്. ഇപ്പൊ ഫൗണ്ടേഷൻ ഇല്ലെങ്കിലും അല്ലെ, അത്യാവശ്യം നമുക്ക് കൺസീലർ മാത്രം ഇട്ട് വേണമെങ്കിലും പോകാം. ഇനി ഹൈഡ് ചെയ്യാൻ തീരെ കൺസീലർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസ് ഒന്ന് ഈവൻ ആക്കാനാണ്. ഓക്കെ, അതായത് ചിലയിടത്തുള്ളില്ലേ ചിലർക്ക് കുഴികൾ കാണും. നമ്മുടെ ഫേസിന്റെ എല്ലാ ഭാഗത്തും ഒരേ കളറല്ല, പല ഭാഗത്ത് പല കളറാണ്. അത് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നതോടുകൂടി ഈവൻ ആവും. ഓക്കെ,
അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശരിയാട്ടോ, ചിലർക്കൊക്കെ ഈ ഒരു ഏരിയയിലൊക്കെ അല്ലേ കളർ ചേഞ്ച് ഒക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ കൺസീലർ യൂസ് ചെയ്ത് നമ്മുടെ ഫേസിന്റെ ടോൺ ഈവൻ ആവും അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ വളരെ ലൈറ്റായിട്ട് കൺസീലർ യൂസ് ചെയ്തു. ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇപ്പോൾ ഒന്ന് ഈവൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഇങ്ങനെ ഫേസ് കണ്ടോ, നമ്മൾ ആദ്യം കണ്ട മീരയുടെ ഫേസിൽ നിന്നും ഒന്ന് ടോൺഡ് ആയിട്ടുണ്ട് ഫേസ്, ഇപ്പോൾ ഒരേ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ ദിവ്യ, അപ്പോൾ നമ്മൾ ബേസ് ഇട്ടു, നമ്മൾ കൺസീൽ ചെയ്തു അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത് നമുക്ക് ഐ ഷാഡോ ചെയ്യാം. ഓക്കെ, പലതരം ഐ ഷാഡോസ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ വേണമെങ്കിൽ വീട്ടിലുള്ള നമ്മുടെ ലിപ്സ്റ്റിക്ക് വെച്ച് വേണമെങ്കിലും. ഓക്കെ, ഈ ഒരു ചെറിയ ഇതുണ്ടെങ്കിൽ എല്ലാവർക്കും അല്ലേ, ഇങ്ങനത്തെ ഇതുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കളേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. ഒരു 6-7 കളേഴ്സ് ഉണ്ട്, 6-7 അല്ല അതിൽ കൂടുതലുണ്ട്. അപ്പം ഇത് വേണമെങ്കിൽ വാങ്ങിക്കാം. നീ ഇതില്ലെങ്കിലും ദിവ്യ ഒരു ടിപ്പ് പറഞ്ഞുതരും. പറഞ്ഞു ദിവ്യ, ഇനി എന്താ ചെയ്യേണ്ടത്? ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഞാനതൊന്ന്. ഓക്കെ, ലിപ്സ്റ്റിക്ക് കയ്യിലില്ലാത്ത പെൺകുട്ടികൾ ആരും തന്നെ ഉണ്ടാവില്ല. അപ്പം ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് എങ്ങനെ ഐ ഷാഡോ ഇടാവുന്ന ടിപ്പ് കൂടെ ദിവ്യ അരുൺ നമുക്ക് പറഞ്ഞു തരാണ്. ഇനി നിങ്ങൾക്ക് അല്ലാതെ മേക്കപ്പ് ചെയ്യണമെങ്കിൽ ദിവ്യ എടുത്തോട്ട് വരാം അല്ലേ ദിവ്യ? ഇവിടെ തിരുവനന്തപുരം തിരുമലയിൽ ഗ്രീൻ ലൈഫ് മേക്ക് ഓവർ സ്റ്റുഡിയോ ആണ് ദിവ്യയുടെ സ്റ്റുഡിയോ. ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ കയ്യിലുള്ള കുറച്ച് പ്രോഡക്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് മേക്കപ്പ് ചെയ്യുന്നത്. ഞാൻ അതിൽ ഒരു ചെറിയ ഗ്ലോ കിട്ടാനായിട്ടൊരു ഐ ഷാഡോ വേണമെങ്കിൽ അതിനും അങ്ങനത്തെ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഐ ഷാഡോ ഇല്ലെന്ന് ഓർത്ത് ആരും വിഷമിക്കണ്ട. നമ്മൾ ലിപ്സ്റ്റിക്ക് വെച്ച് അത് കവർ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ ചെറിയൊരു ഗ്ലോയ്ക്ക് വേണ്ടി നമ്മൾ ഐ ഷാഡോ എന്നൊരു കളറൂടെ ഇടുന്നുണ്ട്. ഗ്ലോ മാത്രമാണ് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് നമുക്ക് ഐലൈനർ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മാറ്റ് ടൈപ്പ് ഐലൈനർ ആണ്. ഓക്കെ ഓക്കെ, കുറച്ചൊരു അല്ലേ മാറ്റ് ഫിനിഷ്, ഒരു നാച്ചുറൽ ലുക്ക്. ഓക്കെ ഓക്കെ, ഒരു സെക്കൻഡ് പോലും എടുത്തില്ല അതിന്റെ. അത് ആ ഐലൈനറിന്റെ ക്വാളിറ്റിയാണ്. ഐസ് ഓപ്പൺ ചെയ്തിട്ടും അത് സ്പ്രെഡ് കണ്ണ് ഓപ്പൺ ചെയ്ത് നോക്കൂ. കണ്ട ഓപ്പൺ ചെയ്താൽ ശരിയാ കേട്ടോ. സാധാ ചില ഐലൈനേഴ്സ് ഒക്കെ എഴുതിയിട്ട് നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ മുകളിലെല്ലാം പറ്റിയിരിക്കുന്ന കാണാറുണ്ട്. ഇനി അടുത്തത് കാജലാണ്. കാജൽ ചെയ്യണം. കാജലും ഐലൈനറും ഒക്കെ എല്ലാവർക്കും സാധാ വലിയ വിലയൊന്നും ഇല്ലാത്തതാണ്. കണ്ണിൻ്റെ അകത്ത് എഴുതിയിട്ട് ഇപ്പുറത്തെ സൈഡിലുള്ള ബ്രഷ് വെച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ലോങ് ലാസ്റ്റിംഗ് ബാക്ക് സൈഡിൽ തന്നെയുണ്ട്, നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കണ്ണ് എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് കണ്ണ് അല്ലേ. കണ്ണ് ഏറ്റവും ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മേക്കപ്പിന് ഒരു പ്രത്യേകത വരിക. അപ്പം അതും കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് മസ്കാര. മസ്കാര, ഓക്കെ. മസ്കാര ഒക്കെ മസ്റ്റ് അല്ല, ഞാൻ ചോദിക്കട്ടെ, മസ്കാരയ്ക്ക് വരും ചിലർ ഐലൈനർ വെച്ച് തന്നെ ചെയ്യാറുണ്ട്. അങ്ങനെയും ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ കാണിക്കണത് അതാണ്. കാരണം നമുക്ക് ഒരു പ്രോഡക്റ്റ് വെച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. കാരണം മസ്കാര ചിലപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഐലൈനറിന്റെ ടിപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഇത്രയായപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഭംഗിയായിട്ടുണ്ട്. ഒരു ലിപ്സ്റ്റിക് കൂടെ ഫില്ല് ചെയ്താൽ മതിയായിരിക്കും തോന്നുന്നു അല്ലേ. നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല, വളരെ ചെറുതായിട്ട് അല്ലേ. അപ്പം നമ്മൾ ആദ്യം ബേസ് ചെയ്തു, കൺസീൽ ചെയ്തു, മസ്കാര യൂസ് ചെയ്തു, ഐ ഷാഡോ യൂസ് ചെയ്തു, ഐലൈനർ യൂസ് ചെയ്തു, പിന്നെ എന്താ യൂസ് ചെയ്ത് പറ. മസ്കാര, ഐ ഷാഡോ അല്ല, വേറൊരു കാര്യം വിട്ടു, കൺമഷി നമ്മൾ താഴെ കണ്ണ് എഴുതിയിട്ടുണ്ട്. അതെ, പിന്നെ നമ്മൾ മസ്കാരയ്ക്ക് പകരം യൂസ് ചെയ്തത് ഐലൈനർ തന്നെയാണ്. അപ്പോൾ ഐലൈനർ ഉള്ളവർക്ക് മസ്കാരയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം ചെയ്തിരിക്കുന്ന മേക്കപ്പിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഐ ഷാഡോ ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ 2-in-1 കാര്യങ്ങളാണ് അല്ലേ ദിവ്യ, കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ഞാൻ ചെറിയൊരു കോണ്ടൂർ കൊടുക്കാം. മീരയുടേത് നീണ്ട ഫേസ് ആണ്. അപ്പം നമുക്ക് അതൊന്ന് ഒരു റൗണ്ട് കോണ്ടൂർ എന്നുള്ള പദം ഇപ്പം എല്ലാവർക്കും പരിചിതമാണ്. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, എന്താണ് കോണ്ടൂർ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് പ്രയോജനം? ഷേപ്പ്, ഫേസിന്റെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഉദ്ദേശം. ചിലർക്ക് ഇങ്ങനെ നോസ് വലിയ ഇതായിട്ട് കാണിക്കും, അതിന് രണ്ട് സൈഡ് നമ്മൾ ഒരു ഷാർപ്പ് ലുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ കവിളുള്ളവർക്ക് അതൊരു കുറയ്ക്കാൻ പറ്റും. അതുപോലെ ലോങ് ആയിട്ടുള്ള ഫേസിന് ഒന്ന് ഷോർട്ട് ആക്കാനും പറ്റും. അപ്പോൾ ഇപ്പം മീരയെ പോലെ ഫേസ് കൊടുക്കുക. അതിപ്പോൾ മീരയുടെ ഫേസ് ലോങ് ആണ്, കോണ്ടൂർ ചെയ്ത് എന്താ റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം ചെയ്യാം. മീരയെ സംബന്ധിച്ചിടത്തോളം നോസ് ഒന്നും വലുതായിട്ട് കോണ്ടൂർ ചെയ്യാനില്ല, കവിളിലും ചെയ്യേണ്ട ആവശ്യമില്ല. മെയിനായിട്ടും
ചിഹ്നമാണ് കൊടുക്കേണ്ടത്. എന്താ അവർക്ക് ആവശ്യം നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ലൈറ്റായിട്ട് കൊടുത്താൽ മതി. വലിയൊരു അതെ അതെ, മീരയുടെ നല്ല നീണ്ട മൂക്കാണ് അല്ലെ, കവിള് വലുതായിട്ട് ശരിക്കും പറഞ്ഞാൽ കവിളുള്ളവർ കുറയ്ക്കാനാണ് കൂടുതൽ കോണ്ടൂർ യൂസ് ചെയ്യുക. പിന്നെ ഡബിൾ ചിഹ്ന അല്ലേ, മീരയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതെ, ഈ നീണ്ട ഫേസ് മീരയ്ക്ക് പ്രശ്നമല്ല, നമ്മളത് കുറച്ച് കാണിക്കുകയാണ്. ഓക്കെ, ശരിക്കും മലയാളികൾ കൂടുതൽ പേർക്കും നല്ല കവിളിപ്പ് തന്നെയൊക്കെ പോലെ നല്ല കവിളും ഡബിൾ ചിഹ്നൊക്കെ ഉള്ളവർക്ക് ഈ കോണ്ടൂർ ചെയ്യുന്നത് നല്ലൊരു പ്രയോജനം ചെയ്യും. അതിന് എന്ത് പ്രോഡക്റ്റ് ആണ് അതിന് ഉപയോഗിക്കുന്നത്? എന്താണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ പറഞ്ഞ് വാങ്ങിക്കണമെങ്കിൽ എന്താണ്? ഇത് കോണ്ടൂർ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ മതി. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഷുഗറിന്റെ ആണ്. ഇതിനെ നമുക്ക് കൺസീലർ ആയിട്ടും യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, അത് കൊള്ളാമല്ലോ. അത് ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 2 പ്രയോജനമാണ്. ഇത് കോണ്ടൂർ സ്റ്റിക്ക് ആണ്. ഇത് ഈ സ്റ്റിക്ക് രൂപത്തിൽ തന്നെയാണോ എല്ലാ ബ്രാൻഡിലും? അതെ, ഇതും എല്ലാ കളറും കിട്ടും. അതായത് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള കളേഴ്സ് കിട്ടും. ഇത് നമുക്ക് ഈ ടാറ്റു ചെയ്തതൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് ടാപ്പ് ചെയ്ത് വിട്ടാൽ തന്നെ നമുക്കത് ഹൈഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു പ്രയോജനമാണ്. കാരണം കോണ്ടൂർ സ്റ്റിക്കിന് എന്താ ഒരു ഉപയോഗം കൂടെ പറഞ്ഞല്ലോ ദിവ്യ, കൺസീലർ ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ കൺസീൽ ചെയ്യാൻ, നമ്മളൊരു കൺസീലർ മീരയുടെ മുഖത്ത് ഉപയോഗിച്ചത്. അപ്പോൾ കൺസീൽ ചെയ്യാനും നമ്മളിനി കൺസീലർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ കോണ്ടൂർ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കോണ്ടൂറും ചെയ്യാം, കൺസീലും ചെയ്യാം. ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ടാറ്റുവും അല്ലേ ഒക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് ചില ദിവസങ്ങളിൽ ടാറ്റു മറക്കണം തോന്നുകയാണെങ്കിൽ കോണ്ടൂർ സ്റ്റിക്ക് യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇനി അടുത്ത് ഫൗണ്ടേഷൻ. ഇതിപ്പം ലിക്വിഡ് ഫൗണ്ടേഷൻ ഉണ്ട്, സ്റ്റിക്ക് ഫൗണ്ടേഷൻ ഉണ്ട് അല്ലേ, കുറേ ടൈപ്പ് ഫൗണ്ടേഷൻസ് അവൈലബിൾ ആണ്. ഞാൻ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇത് ഒരു മീരയുടെ ഫേസിന് ഹൈലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഓക്കെ, അത് ഹൈലൈറ്റിംഗ് ഏരിയയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ മൊത്തം അല്ലേ നമ്മുടെ ഫേസ് ഫുള്ള് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് നിറയ്ക്കാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുട്ടി. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. വളരെ ലൈറ്റായിട്ട് 1-2 സ്പോട്ട് ഇട്ടിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി ലിപ്സ്റ്റിക്ക്. ഓക്കെ, ലിപ്സ്റ്റിക്കിന് 2 ഉപയോഗങ്ങളുണ്ട്. നമ്മൾ ലിപ്സ്റ്റിക്ക് വെച്ച് നമ്മൾ ഐ ഷാഡോ ഇടും അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ലിപ്പ് ഡ്രൈ ആണെങ്കിൽ ലിപ് ബാം ആദ്യമേ അപ്ലൈ ചെയ്തൊന്ന് സോഫ്റ്റ് ആക്കി വെക്കണം. ഓക്കെ, അതിനുശേഷം ലിപ് ലൈനർ യൂസ് ചെയ്യണം ഫസ്റ്റ്. ഈ ലിപ് ബാം നമ്മൾ ഏറ്റവും മേക്കപ്പ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ ഇട്ടാൽ കുറച്ച് നേരം കൊണ്ട് അതല്ലേ ഒന്ന് സെറ്റ് ആയിരിക്കും. ഓക്കെ, അത് ഡാർക്ക് കളർ വേണം നമ്മൾ സെലക്ട് ലൈനർ. ഓക്കെ, കുറച്ച് സാധനങ്ങൾ മതി അല്ലേ? ശരിക്കും പറഞ്ഞാൽ ലിപ് ലൈനർ ഉണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ആയി. ഇനി അതാ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് തന്നെ നമുക്ക് ഐസിലും യൂസ് ചെയ്യാം. ഇതൊരു മാറ്റ് ആയിട്ടുള്ള ഒരു കഴിഞ്ഞു ലിപ്സ്റ്റിക് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് സെന്റർ പോർഷനിൽ വേണമെങ്കിൽ ലിപ്സ്റ്റിക് എന്തെങ്കിലും വേണമെങ്കിൽ മതി. ഇതിപ്പോ വളരെ മിനിമൽ ആയിട്ടുള്ള മേക്കപ്പിലാണ് മീരയുടെ ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഇനി ഒരു കോമ്പാക്ട് ഇട്ടത് ഫിനിഷ് ചെയ്യാം. കോമ്പാക്റ്റിനും നമ്മുടെ റേഞ്ചിനനുസരിച്ച് അല്ലേ പല പല റേഞ്ചിൽ കിട്ടും. അതെ അതെ, ഞാനിപ്പോൾ മാക്കിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. മെബിലൈൻ്റെ ഒക്കെ നമുക്ക് വീട്ടിൽ സാധാരണ യൂസ് ചെയ്യാം. അപ്പം മേക്കപ്പ് കഴിഞ്ഞ മീരയുടെ മുഖം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാതിരിക്കും. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇപ്പം അല്ലേ? നമ്മൾ ആദ്യം കണ്ടതിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടായത് നിങ്ങൾക്ക് മേക്കപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് മേക്കപ്പ് ചെയ്തൊരു പാർട്ടിക്കോ ഓഫീസിലോ പുറത്തൊക്കെ പോകാന്നുള്ള ഒരു സിമ്പിൾ ലുക്ക് കാണിച്ചു തന്നത് നമ്മുടെ കൂടെയുള്ളത് ദിവ്യ അരുണാണ്. തിരുവനന്തപുരം തിരുമലയുള്ള ഗ്രീൻ ലൈഫ് മേക്ക് ഓവർ സ്റ്റുഡിയോയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റും ഓണറും ഒക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ടും വരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദിവ്യയെ കോൺടാക്ട് ചെയ്യാം. അപ്പം താങ്ക് യു സോ മച്ച് ദിവ്യ, ഇത്ര ഈസി ആയിട്ട് കാണിച്ചു. മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അപ്പം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പം എത്രയും പെട്ടെന്ന് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ച് സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.